ആചാര്യ ടി വി ഹിന്ദു ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും കുറിച്ച് കൂടുതൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം. ഇഷ്ടദേവതാ ഭജനം, അതിന്റെ പ്രാധാന്യവും മഹത്വവും പലരും ചോദിക്കാറുണ്ട്. ഇഷ്ടദേവത, ഇഷ്ടമൂർത്തി ആരാണെന്ന് പറഞ്ഞു തരാമോ എന്ന്. നിങ്ങൾ ഒരു ദൈവജ്ഞനെയോ ഒരു ജ്യോതിഷിനെയോ കണ്ടിട്ട്, ഒരു ജ്യോത്സ്യരെ കണ്ടിട്ട് നിങ്ങളുടെ ജാതകമോ അല്ലെങ്കിൽ നിങ്ങളുടെ നാളോ വെച്ച് പരിശോധിച്ചിട്ട് അതനുസരിച്ച് ഒരു ഇഷ്ടദേവതാ മൂർത്തിയെ നിങ്ങൾ കണ്ടുപിടിക്കുക. ആ ഇഷ്ടദേവതാ മൂർത്തിയെ നിങ്ങൾ നിരന്തരമായിട്ട് ഉപാസിക്കുക എന്ന് പറഞ്ഞാൽ ആ മൂർത്തിയെ നമ്മുടെ കൂടെ എല്ലാ കാര്യങ്ങൾക്കും കൂടെ കൊണ്ട് നടക്കുക. ഇഷ്ടദേവതയെ ഉപാസിക്കുന്നു, അത് ആചാര്യന്മാര് ഊന്നി പറഞ്ഞിട്ടുണ്ട്. ഇഷ്ടദേവതയെ ഉപാസിക്കുന്നതിനെ കുറിച്ച് നമ്മുടെ ആചാര്യന്മാര് ഊന്നി പറഞ്ഞിട്ടുണ്ട്. ആർക്കും അവരവരുടെ ഇഷ്ടദേവതകളെ ഉപാസിക്കാം. അതൊരാചാര്യനിൽ നിന്ന് അതിന്റെ കാര്യങ്ങളൊക്കെ ഗ്രഹിച്ച് നമുക്കത് വേണ്ട പോലെ ഉപാസിക്കുന്നത് സാധിക്കും. തന്ത്രശാസ്ത്രത്തിന്റെ അടിസ്ഥാനം തന്നെ ഈ ഇഷ്ടദേവത ഉപാസനയാണ്. തന്ത്രശാസ്ത്രത്തിൽ പ്രത്യേകം പറയുന്നുണ്ട് ദേവതകളെ എങ്ങനെ ഉപാസിക്കണം, ദേവതോപാസനയുടെ പ്രത്യേകത എന്താണ്, ദേവതോപാസന എന്തിനാണ് എന്നൊക്കെ തന്ത്രശാസ്ത്രത്തിൽ പറയുന്നുണ്ട്. അപ്പോ അതിന്റെ അടിസ്ഥാനം, ഈ തന്ത്രശാസ്ത്രത്തിന്റെ അടിസ്ഥാനം തന്നെ ഈ ദേവതോപാസനയാണ്. അപ്പൊ ആർക്കും അവരവരുടെ ദേവതകളെ ഉപാസിക്കാനുള്ള അർഹതയുണ്ട്, അത് ചെയ്യണം. ഒരാളുടെ ജാതകം സൂക്ഷ്മമായിട്ട് പരിശോധിച്ചാല് ഇഷ്ടപ്പെട്ട ദേവത ആരാണ്, മുൻജന്മത്തിൽ ഏത് ദേവതയായിരുന്നു അനുവർത്തിച്ചിരുന്നത്, ഈ ജന്മത്തിലും അത് തുടർന്നു പോരണമോ, അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള ഇഷ്ടദേവത ആരാണ്, അതൊന്നും നമുക്ക് നിർണയിക്കാൻ സാധിക്കും ജാതകം പരിശോധിച്ചാല്. നിത്യവും നാം ആ ദേവതയെ സ്മരിക്കുകയും ഭജിക്കുകയും ചെയ്യുന്നത് ഗ്രഹദോഷങ്ങൾക്ക് പരിഹാരമാണ്. നമ്മുടെ ഇഷ്ടദേവത ജാതകവശാൽ നമ്മുടെ ദേവത ഇന്നതാണ് എന്ന് കണ്ടു കഴിഞ്ഞാൽ, അത് നിർണയിച്ചു കഴിഞ്ഞാൽ ആ ദേവതയെ നിത്യവും നമ്മൾ ജപിക്കുകയും ഉപാസിക്കുകയും അതിനെ കൂടെ നിർത്തുകയും ചെയ്യുന്നത് നമ്മുടെ ഗ്രഹദോഷങ്ങൾക്ക് പരിഹാരമാണ്. ഈ ദേവതാ ചൈതന്യം, നമ്മുടെ ഇഷ്ടദേവതയുടെ ഈ ദേവതാ ചൈതന്യം, ആ ദേവതയെ നമ്മൾ ഉപാസിക്കുന്നതിലൂടെ നമുക്ക് ആ ദേവതയുടെ ചൈതന്യം നമ്മളിലേക്ക് വരുന്നു. ആ ദേവതാ ചൈതന്യം നമ്മളിലുള്ള ചൈതന്യം ഉണർത്തുന്നു. ആ ദേവതയെ നമ്മൾ ഉപാസിക്കുമ്പോൾ നമ്മളുടെ ചൈതന്യത്തെ അത് ഉണർത്തുന്നതിന് കാരണമാകും. തന്റെ ഇഷ്ടദേവത തന്നെ കാത്തുകൊള്ളുമെന്ന ദൃഢവിശ്വാസം ഒരു വ്യക്തിയുടെ ഇച്ഛാശക്തി വർദ്ധിപ്പിക്കുന്നതിന് സഹായിക്കുന്നു. തന്റെ ദേവത തന്നെ സഹായിക്കുമെന്നും തന്റെ എല്ലാ ആഗ്രഹങ്ങളും പൂർത്തീകരിച്ചു തരുമെന്നും തന്നെ ഏത് ദുരിതങ്ങളിലും കാത്തു രക്ഷിച്ചുകൊള്ളും തന്റെ ദേവത എന്നുമുള്ള വിശ്വാസം നമ്മളെ എല്ലായിടത്തും കാത്തു സംരക്ഷിക്കുന്നു. നമ്മളെ ഇങ്ങനെ താങ്ങി നിർത്തുന്നതിന് നമ്മുടെ ഇഷ്ടദേവതകള് ഇഷ്ടദേവതകളുടെയും ഇഷ്ടദേവതയുടെ ഉപാസനയും നമ്മളെ സഹായകരമാക്കുന്നു. മാനസികമായ ഒരു കരുത്ത്, ഒരു വിൽ പവർ എന്ന് പറയും, ഒരു വിൽ പവർ തന്നെ നമുക്ക് ഇതിൽ നിന്ന് കിട്ടും. നമ്മുടെ ഇഷ്ടദേവതയെ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ദേവതയെ നമ്മൾ ഉപാസിക്കുന്നത് കൊണ്ട് അത് ലഭിക്കുകയും മനസ്സിന് വിൽ പവർ കിട്ടിയാൽ തന്നെ നമുക്ക് എന്തിനേയും നേരിടാനുള്ള ഒരു ശക്തി ഉണ്ടാവും. ഒരു അസ്ഥിര ചിത്തനായ ഒരു വ്യക്തി, ചാഞ്ചല്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന, ആടി ഒളിഞ്ഞുകൊണ്ടിരിക്കുന്ന മനസ്സുള്ള ഒരു വ്യക്തി, അയാൾക്ക് ഇഷ്ടദേവത ഉണ്ടെങ്കിൽ പോലും ആ ഇഷ്ടദേവത ഉപാസിക്കുന്നത് കൊണ്ട് അദ്ദേഹം വിചാരിച്ച കാര്യങ്ങളൊന്നും 10, 15, 20 വർഷം കഴിഞ്ഞിട്ട് നടക്കുന്നില്ല. ഉടനെ അടുത്ത ദൈവത്തിന്റെ അടുത്ത് പോയി, ഒരു ജ്യോത്സ്യന്റെ അടുത്ത് പോയി നോക്കി, ആ ജ്യോത്സ്യം പറഞ്ഞതൊന്നും തൃപ്തിപ്പെട്ടില്ല. അടുത്ത ജ്യോത്സ്യന്റെ അടുത്ത് പോയി, മൂന്നാമത്തെ ജ്യോത്സ്യന്റെ അടുത്ത് പോയി, കാണുന്ന ജ്യോത്സ്യന്മാരുടെ അടുത്തെല്ലാം ഇങ്ങനെ കയറി ഇറങ്ങി നടക്കുന്ന സാധാരണ എല്ലാവർക്കും ഒരു രസമാണ്. അങ്ങനെ പോയി നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ ഇട്ടിരിക്കുന്ന പണം കുറയുന്നത് പോലെ ജ്യോതിഷന്മാരുടെ അടുത്ത് പോയിട്ട് നിങ്ങളുടെ ഈ പ്രശ്നം വെച്ച് നോക്കുന്നതനുസരിച്ച് നിങ്ങളുടെ പൂർവ്വ പുണ്യങ്ങളും എല്ലാം കുറഞ്ഞു പോകും എന്നാണ് പറയുന്നത്. ബാങ്കിൽ പൈസ ഇട്ടിട്ടുണ്ട്, നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഡെപ്പോസിറ്റ് ചെയ്ത പൈസ നമ്മൾ ബാങ്കിൽ ചെന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് സ്ലിപ്പ് എഴുതി കുറേശ്ശെ അല്ലെങ്കിൽ ATM കാർഡ് വഴി കുറേശ്ശെ വലിച്ചു കഴിയുമ്പോൾ നമ്മുടെ ഡെപ്പോസിറ്റിന്റെ പണം കുറയും, അല്ലേ? നമ്മുടെ അക്കൗണ്ടിലെ പണം കുറയും. എടുക്കുന്നതനുസരിച്ച് കുറയാണല്ലോ, കൂടി വരില്ലല്ലോ. അതുപോലെയാണ് നമ്മള് ഇപ്പൊ ഉദാഹരണമായിട്ട് നമുക്കൊരു ദോഷമുണ്ട്, ഒരു ദുരിതമുണ്ട്. ഉടനെ ആ ദുരിതമുള്ള സമയത്ത് ആ ദുരിതം എന്താണെന്ന് അറിയാൻ വേണ്ടി ഒരു ദൈവജ്ഞന്റെ അടുത്ത്, ഒരു ജ്യോതിഷന്റെ അടുത്ത് പോയി, ഒരു ജ്യോത്സ്യന്റെ അടുത്ത് പോയി, ആ ജ്യോത്സ്യൻ പ്രശ്നം വെച്ചും നമ്മുടെ എല്ലാ കാര്യങ്ങളും നോക്കി അത് കുറച്ച് പറഞ്ഞു, എന്തെങ്കിലും ഒരു കർമ്മം ചെയ്യാൻ പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോ ആ കർമ്മം ചെയ്താൽ ശരിയാവില്ല, ഇതിനേക്കാളും നല്ല ജ്യോത്സ്യൻ അവിടെയുണ്ട്. ഉടനെ ആ ജ്യോത്സ്യന്റെ അടുത്ത് പോയി, അവിടെ ചെന്ന് കുറച്ച് കർമ്മം എഴുതി തന്നു. ചിലപ്പോ അത് ചെയ്യുമായിരിക്കാം, ചിലപ്പോ ഏതെങ്കിലും അമ്പലത്തിലായിരിക്കാം. അത് കുറച്ച് ചെയ്തു. കുറച്ചു കാലം കഴിയുമ്പോൾ ആ ക്ഷേത്രത്തിലും അവിടെ പോയി, ആ ക്ഷേത്രത്തിൽ കുറെ വഴിപാട് ചെയ്തു. അത് കഴിഞ്ഞപ്പോ തോന്നി ഈ ക്ഷേത്രത്തിനേലും ശക്തിയുള്ള മൂർത്തിയും ദൈവമാണല്ലോ അപ്പുറത്തെ ക്ഷേത്രത്തിലുള്ളത്. ഉടനെ അവിടെ പോയി. ഇങ്ങനെ ജ്യോതിഷ്യന്മാരെയും ജ്യോത്സ്യം നോക്കുന്ന ആളുകളെയും ഉപാസനാമൂർത്തികളെ കണ്ടുപിടിക്കാതെ
ക്ഷേത്രങ്ങളിലും മാറി മാറി കയറിയിറങ്ങി നടക്കുന്ന അസ്ഥിരചിത്തരായ മനുഷ്യര്, ഇവർക്ക് ഒരിക്കലും ഇവരുടെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരമോ അറുതിയോ വരുന്നതല്ല. അപ്പോ വ്യക്തികള് തങ്ങളുടെ പ്രശ്ന പരിഹാരത്തിനായിട്ട് ഒരു ജ്യോത്സ്യനിൽ നിന്ന് മറ്റൊരു ജ്യോത്സ്യനിലേക്കും ഒരു ക്ഷേത്രത്തിൽ നിന്ന് മറ്റൊരു ക്ഷേത്രത്തിലേക്കും മാറി മാറി വഴിപാട് കഴിച്ച് സഞ്ചരിക്കുമ്പോൾ ആ വ്യത്യാസം നമുക്ക് അറിയാൻ സാധിക്കും. ഒരിക്കലും നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നതല്ല. ഒരു ദേവതയിൽ നിന്ന് മറ്റൊരു ദേവതയിലേക്ക് മാറി മാറി അറിയപ്പെടുന്ന ഒരു വ്യക്തിയായി മാറിയാല്, അങ്ങനെ മാറി മാറി നമ്മൾ പോയി കഴിഞ്ഞാല് നമുക്ക് ഒരിക്കലും എന്താണ് ഒരു മാറ്റവും ഉണ്ടാവില്ല. എന്നും ഒരേപോലെ തന്നെ ഇരിക്കും. നമ്മുടെ ദുരിതങ്ങളും മാറില്ല, നമ്മൾക്ക് പരിഹാരം ഉണ്ടാവില്ല, പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാവില്ല. പറയിപെറ്റ പന്തിരുകുലത്തിലെ പെരുന്തച്ഛനെയും അഗ്നിഹോത്രിയുടെയും പോലെ, പറയിപെറ്റ പന്തിരത്തിലെ അഗ്നിഹോത്രിയുടെയും പെരുന്തച്ഛനെയും കഥ നിങ്ങൾക്ക് അറിയാലോ. ഒരിക്കൽ ഒരിടത്ത് തറവാട്ടിലെ കൊല്ലത്തിലൊരിക്കൽ അമ്മയുടെ ശ്രാദ്ധ കൂട്ടാൻ മാത്രം വരുന്ന സമയത്ത് ഇദ്ദേഹം അഗ്നിഹോത്രി അകത്ത് പൂജാതി കാര്യങ്ങൾക്ക് കയറി. അപ്പൊ പെരുന്തച്ഛൻ വീടിനകത്ത് കയറിയില്ല, പുറത്തായിരുന്നു. അപ്പൊ പുറത്തു നിന്ന പെരുന്തച്ഛൻ അകത്ത് അഗ്നിഹോത്രിയെ കാണാതെ ആയപ്പോ ചോദിച്ചു, വലിയക്കാരനോട് ചോദിച്ചു, അദ്ദേഹം എവിടെയെന്ന് ചോദിച്ചപ്പോ പറഞ്ഞു അദ്ദേഹത്ത് പൂജ നടക്കുകയാണ് എന്ന് പറഞ്ഞു. എന്നാ പൂജ കഴിഞ്ഞ് വരട്ടെ എന്ന് വിചാരിച്ച് അദ്ദേഹം ഒരു കുഴി കുത്തി, പെരുന്തച്ഛൻ മുറ്റത്തൊരു കുഴി കുത്തി. കുറച്ചു കഴിഞ്ഞ് വീണ്ടും ചോദിച്ചു, അദ്ദേഹം എവിടെയെന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു അദ്ദേഹം അവിടെ ഹോമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്, അകത്ത് അഗ്നിഹോത്രി ഹോമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വീണ്ടും ഒരു കുഴി കുഴിച്ചു. കുറച്ചു കഴിഞ്ഞ് വീണ്ടും കാണാതെ ആയപ്പോൾ ചോദിച്ചപ്പോ പറഞ്ഞു അദ്ദേഹം അകത്ത് എന്താണ് വീണ്ടും പ്രാർത്ഥനയിലാണ്, പൂജയിലാണ് എന്ന്. അങ്ങനെ പറഞ്ഞു ഓരോ പ്രാവശ്യം അങ്ങനെ ബാല്യക്കാരനോട് ചോദിച്ച് ഉത്തരം പറയുമ്പോഴൊക്കെ ഈ പെരുന്തച്ഛൻ മുറ്റത്തോരെ കുഴി കുടിക്കാൻ തുടങ്ങി. അങ്ങനെ മുറ്റത്ത് കുഴി കുടിച്ച് കഴിഞ്ഞ് അവസാനം ഈ പൂജയും പ്രാർത്ഥനയും ഹോമവും എല്ലാം കഴിഞ്ഞ് അഗ്നിഹോത്രി പുറത്തു വന്നു കഴിഞ്ഞപ്പോ 9-10 കുഴികൾ കുഴിച്ചിട്ടുണ്ട് പെരുന്തച്ഛൻ. ഈ 9 കുഴികൾ 10 കുഴികൾ കുഴിച്ച് കണ്ട് അഗ്നിഹോത്രി ചോദിച്ചു, ഇതെന്താ നീ ഈ കുഴിയൊക്കെ കുഴിച്ചേക്കണേന്ന് ചോദിച്ചാൽ പറഞ്ഞു അകത്തുനിന്ന് പുറത്തേക്ക് കാണാതായപ്പോൾ ദേഷ്യം വന്നപ്പോ കുഴിച്ച കുഴിയാണ്. ഉടനെ പെരുന്തച്ഛൻ പറഞ്ഞു, ഈ 9 കുഴി ഞാൻ ഒരുമിച്ച് ഒരിടത്താണ് കുഴിച്ചിരുന്നെങ്കിൽ, ആദ്യം കുഴിച്ച കുഴി തന്നെയാണ് ഞാൻ കുഴിച്ചിരുന്നെങ്കിൽ അവിടെ വെള്ളം കിണർ കുത്തി വെള്ളം കാണുമായിരുന്നു. അത്രയ്ക്ക് 9 കുഴി കുഴിച്ച് വെറുതെ എന്റെ സമയം വേസ്റ്റ് ആയിപ്പോയി, എന്റെ സമയം എന്താണ് നഷ്ടപ്പെട്ടു പോയി. അതുപോലെയുള്ള മണ്ടത്തരാണ് നമ്മൾ കാണിക്കുന്നത്. പറയിപെറ്റ പന്തിരുകുലത്തിലെ പെരുന്തച്ഛനെ പോലെ ആവാതെ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി വളരെ തീവ്രതയോടെ ഇഷ്ടദേവത ഉപാസന നമ്മൾ കണ്ടുപിടിച്ച് ആ ഇഷ്ടദേവത നമ്മളുടെ ജാതകത്തിൽ നമ്മൾക്ക് പറഞ്ഞിരിക്കുന്ന ദേവത ആരാണോ ആ ദേവതയെ നമ്മൾ ഭജിക്കാൻ തുടങ്ങുക. ആ ഇഷ്ടദേവതയെ നമ്മൾ ഉപാസിക്കുക. ദേവതോപാസന നമ്മുടെ ഒരു ജീവിതത്തിലെ ഒരു പ്രാഥമിക കർമ്മമായിട്ട്, ഒരു പ്രധാനപ്പെട്ട ഒരു കർമ്മമായിട്ട് നമ്മൾ എടുക്കുക. അങ്ങനെ ഒരു ദേവതയെ ഉപാസിക്കുന്നത് കൊണ്ട് ഇന്ന് കുറച്ച് അമ്പലത്തിൽ പോയി 4 ദിവസം അടുത്ത പോയി. അമ്പലങ്ങളിൽ തൊഴാൻ പോകുന്നത് പുണ്യമാണ്, പക്ഷേ ഇവിടെ പോയിട്ട് ഫലം കിട്ടുന്നില്ല. അടുത്ത അമ്പലത്തിൽ പോയി ഈ ജ്യോത്സ്യന്റെ അടുത്ത് പോയി പറഞ്ഞൊന്നും ശരിയല്ല, അടുത്ത ജ്യോത്സ്യന്റെ അടുത്ത് പോയി ഇവിടെ പരിഹാരം ചെയ്ത് ഒന്നും ശരിയല്ല, അടുത്ത പരിഹാരത്തിൽ ഇങ്ങനെ പോകാതെ നമ്മൾ ഒരേ ദേവതയില് ഒരേ ദേവത ഉപാസന ചെയ്ത് വർഷങ്ങളോളം നിങ്ങൾ നിന്ന് ആ ഉപാസനയുടെ ശാക്തികമായ ഒരു മാനസിക പവർ, വിൽ പവർ നേടിയെടുത്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്താണ് ഉപാസന കൊണ്ട് ദേവത നിങ്ങൾക്ക് എല്ലാ അനുഗ്രഹങ്ങളും ചൊരിയും. അപ്പോ പറയിപെറ്റ പന്തിരുകുലത്തിലെ പെരുന്തച്ഛനെ പോലെ ആവാതെ നിങ്ങൾ ദേവത ഉപാസന വർദ്ധിപ്പിക്കാൻ നോക്കുക. നിങ്ങൾ ചെയ്യുന്ന തീവ്രമായി ഉപാസിക്കുന്നത് നിങ്ങളുടെ ബലസിദ്ധിക്കും കൂടെ കാരണമാകുകയും ചെയ്യും. അതാണ് ഉത്തമവും.